ഈ പൂജപ്പുര മൈതാനത്തെ സംഗമ വേദിയിലാണ് ഈ രാവിലെ തന്നെ ഗായത്രി ഹോമവും വേൽ പൂജയും ഒക്കെ നടക്കുന്നത്. LMRK ക്യാപ്റ്റൻ രജിത് കുമാർ ജിയാണ് ഈ പൂജകൾക്ക് നേതൃത്വം നൽകുക. ഒപ്പം വിവിധ കലാകാരന്മാർ നേതൃത്വം നൽകുന്ന ഭജനകളും പ്രഭാഷണങ്ങളും ഒക്കെ അരങ്ങേറും. വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നുണ്ട്. പ്രജിത്, അനന്തപുരി ഇങ്ങനെ മുരുക ഭക്തിയിൽ ആഴ്ന്നിരിക്കുകയാണ്, ലയിച്ചിരിക്കുകയാണ്. 2ാം ദിവസമാണ്. എങ്ങനെയാണ് ചടങ്ങുകൾ പുരോഗമിക്കുന്നത്? എങ്ങനെയാണ് മുരുക ഭക്തർ അനന്തപുരിയിലെത്തി? ആവേശത്തിലാണോ, വിശ്വാസത്തിലാണോ? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ഇരുവർക്കും ശുഭദിനം. വടക്ക് കുംഭമേളയാണെങ്കിൽ തെക്ക് മുരുക സംഗമമാണ്. ദേവചൈതന്യത്തിൻ്റെ പുതിയ സന്ദേശങ്ങൾ അങ്ങനെ പകർന്നു നൽകുന്ന മഹാസംഗമങ്ങൾ കേരളത്തിൻ്റെ ഓരോ ഭാഗത്തും ഇങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അത് ഭക്തരെ സംബന്ധിച്ചിടത്തോളം വലിയ ആഹ്ലാദം ഉളവാക്കുന്ന വിഷയവുമാണ്. എന്തായാലും മുരുക സംഗമം അങ്ങനെ 2ാം ദിവസവും പുരോഗമിക്കുകയാണ്. അനന്തപുരി ഹിന്ദുധർമ്മ പരിഷത്ത്, മഹാശിവലിംഗ ഘോഷയാത്ര സമിതി, അതോടൊപ്പം തന്നെ LMRK രജിത് കുമാർ ജി തുടങ്ങിയവരുടെയൊക്കെ നേതൃത്വത്തിൽ വലിയ വിജയമായി തന്നെ അനന്തപുരിയിൽ ഈ പറയുന്ന രീതിയിൽ മുരുക സംഗമമൊക്കെ പോകുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെ ദൃശ്യങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. വലിയ തോതിൽ ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. സാധാരണഗതിയിൽ പ്രതീക്ഷിച്ചതിലും വലിയ രീതിയിൽ, പ്രത്യേകിച്ച് ഈ പൂജപ്പുര മൈതാനത്തൊക്കെ ഇത്രയധികം ആളുകൾ എത്തുന്ന പരിപാടികൾ അടുത്തിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പ്രദേശവാസികളൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ പോലീസൊക്കെ പറയുന്നത്. കാരണം പാസ് അടക്കം വെച്ച് നിയന്ത്രിക്കണം, ആളുകളുടെ എണ്ണം കുറയ്ക്കണമെന്നൊക്കെ പോലീസ് തന്നെ ഇങ്ങോട്ട് വന്ന് സംഘാടകരോട് കാര്യങ്ങൾ പറയുന്ന രീതിയിലേക്കാണ് ഈ മുരുകഭക്തി സംഗമത്തിലേക്ക് ആളുകൾ എത്തിച്ചേർന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് 2ാം ദിവസമാണ്. ഇന്ന് കുറച്ച് നേരം കൂടി കഴിയുന്നതോടുകൂടി ഇവിടെ വേൽ പൂജ അടക്കമുള്ള പൂജകൾ ആരംഭിക്കും. അതിനുശേഷം നിരവധി കലാകാരന്മാർ പങ്കെടുക്കുന്ന വിവിധതരം ഭജനകളുണ്ട്. വൈകുന്നേരം 4 മണിയോടെയാണ് ഇന്നത്തെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് മുൻ DGP TP സെൻകുമാറാണ്. അതോടൊപ്പം പ്രമുഖരായിട്ടുള്ള മറ്റ് വ്യക്തികളും ഇതിൽ പങ്കെടുക്കും. രജിത് കുമാർ ജി അടക്കമുള്ളവർ അനുഗ്രഹ പ്രഭാഷണം നടത്തും. അതോടൊപ്പം V മുരളീധരൻ അടക്കമുള്ള നേതാക്കളും ഇന്ന് ഈ 2ാമത്തെ ദിവസത്തേക്ക് എത്തും. അതിനുശേഷം രജിത് കുമാർ ജിയുടെ നേതൃത്വത്തിൽ തന്നെ നടക്കുന്ന ഒരു പ്രെയർ ഉണ്ട്, ഒരു പ്രത്യേക പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയ്ക്ക് ശേഷമായിരിക്കും വൈകുന്നേരം 7 മണിക്ക് വയലിൻ വിസ്മയമായിട്ടുള്ള ഗംഗാ ശശിധരൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രകടനമുണ്ട്. അതൊക്കെ മലയാളികളും അല്ലെങ്കിൽ തിരുവനന്തപുരത്തുകാരും ഒക്കെ കാണാൻ കാത്തിരിക്കുന്ന പ്രകടനങ്ങളാണ്. അങ്ങനെ ഒരു വശത്ത് പ്രശസ്തരായിട്ടുള്ള എല്ലാവരും കാണാൻ കൊതിക്കുന്ന കലാകാരന്മാരുടെ പ്രകടനങ്ങളുണ്ട്, മറുവശത്ത് സന്യാസിമാരും അതോടൊപ്പം തന്നെ സാമൂഹിക രംഗത്തേക്ക് പ്രമുഖർ അവർ നൽകുന്ന അനുഗ്രഹ പ്രഭാഷണങ്ങളുണ്ട്. ഒപ്പം ആത്മീയ പ്രഭാഷണങ്ങളും ഒക്കെയുണ്ട്. ഒപ്പം മറ്റ് കലാകാരന്മാരുടെയും പ്രകടനങ്ങളും നടക്കുന്നു. എന്തായാലും രാവിലെ ഇപ്പോൾ ഇവിടെ പരിപാടികളൊന്നും ആരംഭിച്ചിട്ടില്ല. ഒരു 9 മണിയോടെയൊക്കെ തന്നെ നടപടിക്രമങ്ങളും പൂജകളും ഒക്കെ ആരംഭിക്കും. അതിനുശേഷം സെമിനാറുകളുണ്ട്. ആ സെമിനാറിന് ശേഷം കലാപരിപാടികളുണ്ട്, ഭജനകളുണ്ട്. അതൊക്കെ ശേഷമായിരിക്കും വൈകുന്നേരം ഇന്നത്തെ പൊതുസമ്മേളനവും അതിനുശേഷം ഗംഗാ ശശിധരൻ്റെ പ്രകടനവും ഉണ്ടാകുക. അശ്വതി.